നോക്കിയ T20 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ T20 എന്ന ടാബ്ലറ്റിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയ T20യിൽ 10.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിൽ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 2K ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് റെസൊല്യൂഷൻ വരുന്നത് 2000x1200 ആണ്. ഇതിൽ കൂടി റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ടാബ് വരുന്നത്. പിന്നെ ഇതിൽ സൈഡിൽ വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 5:3 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. പിന്നെ ടാബിൻ്റെ ഫ്രണ്ടിൽ ടഫ് ആൻഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടാബിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 465 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.8 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഒരു കളർ വേരിയൻ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഡീപ്പ് ഓഷ്യൻ. പിന്നെ ടാബിൻ്റെ ബാക്കിൽ അലൂമിനിയം ബാക്ക് ബോഡിയാണ് വരുന്നത്. ഇതിൽ IP52 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ unisoc T610 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണുകളുടെ കാര്യം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര നല്ലൊരു പ്രോസസ്സർ അല്ല എന്നൊക്കെ പറയാം. പക്ഷേ ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ടാബ്ലറ്റിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത് റിയൽമി പാഡ് എന്നുള്ള ഒരു ടാബ്ലറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു പ്രോസസ്സർ ഇതിനേക്കാൾ കുറച്ചൊന്ന് ബെറ്ററാണ് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും രണ്ടും തമ്മിൽ വരുന്നില്ല. പിന്നെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ വൈഫൈയും 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ 2 വേരിയൻസാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ബേസ് വേരിയൻറ്റിൽ 3GB റാമും 32GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ 4GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ 4GB റാമാണ് വരുന്നത്. അതുപോലെ 64GB ഇൻറ്റേർണലും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 512GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ കിഡ്സ് സ്പേസ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓസോ ഓഡിയോ എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടാബിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നോക്കിയയിൽ സാധാരണ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് വരാറ്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ 2 കൊല്ലത്തെ OS അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ ലഭിക്കുമെന്നുള്ള കാര്യം നോക്കിയ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടാബിൻ്റെ പിന്നിൽ 8 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 8200 mAh ബാറ്ററി ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആകുമ്പോൾ ഈ ഒരു ബാറ്ററി ഫുള്ളാവാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. പിന്നെ ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടില്ല. 10 വാട്ടിൻ്റെ ചാർജർ മാത്രമേ ഈ ഒരു ടാബിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുള്ളൂ. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ടാബ് വരുന്നത്. ഈ ഒരു ടാബ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം യൂറോപ്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റു മാർക്കറ്റുകളിലൊക്കെയാണ് ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ സ്റ്റാർട്ടിംഗ് വില വരുന്നത് €199 ആണ്. അതായത് ഏകദേശം 17,200 രൂപ. അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ സ്റ്റാർട്ടിംഗ് വില വരുന്നത് €239 ആണ്. അതായത് ഏകദേശം 20,600 രൂപ. ഈ ഒരു ടാബ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടാബ് ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിലൊക്കെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടാബ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. പക്ഷേ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയ T20 എന്ന ടാബിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പം വില കുറച്ച് കുറയാനും ചാൻസ് ഉണ്ട്. അങ്ങനെ കുറഞ്ഞിട്ട് വില 15,000 അല്ലെങ്കിൽ അതിലും താഴെ വരുന്നൊരു പ്രൈസ് റേഞ്ചിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തരക്കേടില്ലാത്തൊരു ടാബ്ലറ്റ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.